ചെമ്പനിപ്പു സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡില് വർഷ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം വീട്ടില് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ വർഷ എന്തുകൊണ്ടാണ് ആ കാര്യം മറച്ചു വെച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വർഷയോട് ഉയർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ നാളത്തെ എപ്പിസോഡില്. ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ അച്ഛമ്മയാണെങ്കിൽ നാട്ടിൽ നിന്ന് വർഷയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ടേ. എന്നതിന് ശേഷം ശ്രുതിയുടെ കാര്യങ്ങൾ അറിയും. ശ്രുതിയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ, വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു എപ്പിസോഡിന്റെ വിശേഷമാണ്. എപ്പിസോഡിലേക്ക് കടന്ന അതിനു മുമ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. മണ്ഡപത്തിലെ മാനേജർ ആവശ്യപ്പെട്ടത് പ്രകാരം രേവതി ഒരു ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിന്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് അതേ ഓർഡറിന് വേണ്ടിയിട്ട് ഹേമയും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഹേമ വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി അവിടെ കാണുന്ന സമയത്ത് മാനേജർ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് കണ്ടവന്മാരൊക്കെ ഇവിടെ? സാധാരണയായിട്ട് ഈ മണ്ഡപത്തിലെ എല്ലാ ഡെക്കറേഷൻസും ചെയ്യുന്നത് ഞാനല്ലേ, ഇതെന്താ പുതിയ ശീലം എന്നൊക്കെ ചോദിക്കുവാണേ. ഇത് കേട്ട മാനേജർ ആണെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡർ ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മറ്റൊന്നുമല്ല, അവരുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പോട് കൂടി തന്നെ നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഫുഡിന്റെ ഓർഡർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മണ്ഡപം ഡെക്കറേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു ഡെപ്പോസിറ്റ് കെട്ടണമെന്ന് അവര് പറയുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു ശീലമായതുകൊണ്ട് തന്നെ ഹേമ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താണ് പതിവില്ലാത്ത ഓരോരോ പരിപാടികൾ എന്ന്. കോർപ്പറേറ്റ് കമ്പനിക്കാരുടെ ഡിമാൻഡാണ്. അതുമാത്രമല്ല, ആ കോർപ്പറേറ്റ് കമ്പനിയുടെ ആള് എന്ന് പറയുന്നത് നമ്മുടെ മണ്ഡപത്തിന്റെ ഓണർ ഉണ്ടല്ലോ, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അവർ തന്നെ ഈ ഡെക്കറേഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞതാണ്. പക്ഷെ നമ്മളാണ് മണ്ഡപ ഡെക്കറേഷന് വേണ്ടിയിട്ട് പുറമേയുള്ള ആളുകൾക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അതല്ലെങ്കിലും പെട്ടെന്ന് എങ്ങനെയാണ് അവരങ്ങനെ കൊടുക്കുക? ഇവിടെ കാലങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ തന്നെ ഓരോന്ന് നുഴഞ്ഞു കയറാൻ വേണ്ടി തുടങ്ങിയെന്നൊക്കെ രേവതിയെ കുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. രേവതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ലെങ്കിലും പക്ഷെ രേവതിയാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. എന്നാ അവരെന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കാം, ഇത് വലിയൊരു ഫംഗ്ഷനാണ്, വലിയ വലിയ ആൾക്കാരും വരും, അതുകൊണ്ട് തന്നെ അവരുടെ പ്രസ്റ്റീജുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓർഡർ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് അറിയണം. അതുകൊണ്ട് ഓർഡർ എടുക്കുന്ന ആള് ഉറപ്പായിട്ടും ഡെപ്പോസിറ്റ് കെട്ടിയേ പറ്റുള്ളൂ. അവരങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളും അതിന് ശരി എന്നുള്ള കാര്യം പറഞ്ഞു എന്നും മാനേജർ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. ഉടനെ തന്നെ ഹേമയുടെ കൂടെയുള്ള ആള് പറയുന്നുണ്ട് കേട്ടോ, ഇപ്പം മാഡം എല്ലാം കോർപ്പറേറ്റുകളാണല്ലോ ചെയ്യുന്നത്. അതെ അതെ, അതും ശരി തന്നെയാണ്. അധികം വൈകാതെ ഈ നാട് തന്നെ ഭരിക്കാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ കോർപ്പറേറ്റുകളാകും. ശരി, അതൊക്കെ നിൽക്കട്ടെ, എത്രയാണ് ഡെപ്പോസിറ്റ് എമൗണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തരുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയെന്നിങ്ങനെ രേവതിയെ അധിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും സംസാരിക്കുകയാണേ. അതുകൊണ്ടല്ല മാഡം, നിങ്ങൾ ഡെപ്പോസിറ്റ് കെട്ടിയെന്ന് കരുതിയിട്ട് ആ ഓർഡർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. രേവതിയുടെ മോഡലുകളെല്ലാം നമ്മുടെ ഓണർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പുതിയതായിട്ട് വന്നതാണെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ കാര്യം ഇതൊക്കെ നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ രേവതി കേൾക്കെ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടല്ലോ. രേവതി ഇങ്ങനെ ഒരു പുച്ഛഭാവത്തോടു കൂടി ചിരിച്ചിങ്ങനെ ഹേമയെ നോക്കുന്നുണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്താൽ മാത്രം മതി. അതുമാത്രമല്ല, അന്ന് ആ ഓണറെ എന്റെ വർക്കെല്ലാം കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. പണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് എപ്പോഴും അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞൊന്ന് രേവതി ഒന്ന് കുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വയം മുന്നോട്ട് വരണം എന്നുള്ളൊരു തോന്നൽ വരും. എന്നാൽ ചിലരൊക്കെ ഉണ്ട് എപ്പോഴാണ് കാല് വാരിയിട്ട് തള്ളിയിടാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് നിൽക്കുന്നവര്. എന്നാൽ നേരോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ ആരെ കൊണ്ടും ഒരു രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. രേവതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ഹേമയ്ക്ക് അങ്ങ് ചൊറിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. ഇവളുടെ പുരാണം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് ഹേമ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹേമയ്ക്ക് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുവാണ്, എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറോട് കൂടി തന്നെ നടക്കണം. സമയമാണ് തന്നിരിക്കുന്നത്, 2 ദിവസത്തെ സമയമാണ് അവർ തന്നിരിക്കുന്നത്. അതില് ആരാണോ ഡെപ്പോസിറ്റ് പണം ആദ്യം വന്ന് കെട്ടുന്നത് അവർക്ക് ഓർഡർ കിട്ടുന്നു പറയുകയാണെ. ഉടനെ തന്നെ രേവതിയും ഹേമയും പോലെ തന്നെ 2 പേര് വേറെയുണ്ട്.
അവർ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ പുതിയ ഓരോരോ കാര്യങ്ങള്, സാധാരണയായിട്ട് നിങ്ങളാണ് ഞങ്ങൾക്ക് ആദ്യം പണം തരിക എന്ന് വെച്ചാൽ അഡ്വാൻസ് തരുമല്ലോ, ഇപ്പോ പുതിയ പുതിയ ഓരോ കാര്യങ്ങളാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്, ഇപ്പോഴത്തെ കാലത്ത് വീട്ടിലിരുന്നു കൊണ്ടാണല്ലോ അധികം ആൾക്കാരും വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണോ? ഇങ്ങനെ കാലം മാറിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ചിട്ട് നമ്മളും മാറണം. ഓ അങ്ങനെയാണല്ലേ, എന്തായാലും ഇതൊന്നും ഞങ്ങൾക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ രേവതിയും അതുപോലെ തന്നെ ഹേമയുടെ ഒപ്പം അവിടെ തന്നെ നിൽക്കുവാണേ. ഇങ്ങനെ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ വരുവാണ്. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആൾക്കാർക്ക് അംഗീകാരം കിട്ടില്ല. ഇതുപോലത്തെ പുതിയ പുതിയ ആൾക്കാർ വന്നോളൂ എന്നുള്ള കാര്യം രേവതിയെ പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവർ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ പുതിയതായിട്ട് വന്ന ആളാണ്, എങ്കിലും ഞാൻ ചെയ്ത മോഡൽ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടില്ലേ? നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രം മതിയോ? മോഡൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്യാൻ വേണ്ടി പറ്റും. തട്ടിക്കൂട്ട് വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ട് പറ്റും, പക്ഷെ അത് ശരിയായ രീതിയിൽ ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. വായ കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റും, പക്ഷെ ഒരു ഓല വീടെങ്കിലും ശരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടാന്ന് അത് ഉണ്ടാക്കുന്നവനെ അറിയുള്ളൂ. കളറായിട്ട് മോഡൽ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അറിയുന്നുണ്ടാകും. നിങ്ങൾ പറയൂ സർ, എത്ര രൂപയാണ് അഡ്വാൻസ് ആയിട്ട് കെട്ടേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് 2.5 ലക്ഷം രൂപയാണെന്നുള്ള കാര്യം മാനേജർ പറഞ്ഞ ഉടനെ തന്നെ കൂടെയുള്ള രണ്ടുപേരും കൂടി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്രയും പണമൊന്നും അവരെ കൊണ്ട് കെട്ടാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പണത്തിന്റെ കാര്യം കേട്ടപ്പോഴേക്കും അവര് പോയ പോക്ക് കണ്ടില്ലേ, ഇതാ അവളുടെ മുഖം മാറിയിട്ടുണ്ട് കേട്ടോ. ഇവളുടെ കുടുംബം അത്ര കഴിവുള്ള കുടുംബമൊന്നും അല്ല. എന്തിന് ഇവളുടെ ഭർത്താവ് വരെ ഒരു കാർ ഡ്രൈവർ ആണെന്നൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ആദ്യം 2 ലക്ഷം രൂപ എന്നിങ്ങനെ കേട്ടപ്പോഴേക്കും രേവതിയാണെങ്കിൽ എവിടുന്ന് അത്രയും പണം ഒപ്പിക്കാനാണ്, ആര് തരാനാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ സച്ചേട്ടൻ വെറും ഒരു കാർ ഡ്രൈവർ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പുച്ഛിക്കുന്ന ഹേമയുടെ വർത്താനം കേൾക്കുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇനിയിപ്പോ 2.5 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഇവള് കടമൊക്കെ ആരെടുത്തെങ്കിൽ മേടിച്ചിട്ട് ഒപ്പിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അത് മാത്രം പോരല്ലോ, പൂവും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അതിൽ കൂടുതൽ പണം വേണമല്ലോ. ഏകദേശം എന്തായാലും ഒരു 4 ലക്ഷം രൂപയോളം മൊത്തത്തിൽ ചെലവ് വരും. അതൊന്നും ഇവളെ കൊണ്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. എന്നാ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആ 2.5 ലക്ഷം രൂപ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് അടയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്തിനാ ഈ ഓർഡർ വേറെ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നീ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഹേമ മാനേജർ അടുത്ത് സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ, നിക്ക് ഹേമേ, നീ എന്താടി എന്റെ മാഡത്തിനെ പേര് വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഹേമയുടെ കൂടുള്ളവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ മാഡത്തിന്റെ പേര് ഹേമ എന്ന് തന്നെയല്ലേ, എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത് ഹേമേ? സർ 2 ദിവസത്തെ സമയമല്ലേ നിങ്ങൾ തരാന്ന് പറഞ്ഞത്, എനിക്ക് അത്ര വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ഞാൻ 2 ദിവസം കൊണ്ട് ആ പണം അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുതരും. അങ്ങനെ ആരെയും ഭയന്ന് ഓടാൻ വേണ്ടിയിട്ട് എന്നെ കിട്ടില്ല എന്ന് രേവതി പറയുവാണേ. പിന്നെ നീ കുറെ ഉണ്ടാക്കിയതാണ്, വെറുതെ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇവള് വിശ്വസിച്ചിട്ട് ആരും അത്രയും പണമൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല. വെറുതെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിട്ട് അവസാനം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവൾ വന്ന് പറയും. വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ആ ഓർഡർ എനിക്കങ്ങ് തരുന്നല്ലേ നല്ലതെന്ന് ഇങ്ങനെ ഹേമ ചോദിക്കുവാണേ. അതെന്തായാലും പറ്റില്ല മാഡം, 2 ദിവസത്തെ സമയമാണ് കമ്പനി തന്നിരിക്കുന്നത്. അതിനുള്ളിൽ ആരാണോ പണം കിട്ടുന്നത് അവർക്ക് ഈ ഓർഡർ കൊടുക്കുന്നാണ് പറയുന്നത്. എന്തിനാ രേവതി നിന്നെക്കൊണ്ട് പറ്റില്ലാത്ത കാര്യമില്ലെന്ന് ചോദിക്കുമ്പോ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാണ്. പറവകൾക്ക് മുകളിൽ മനുഷ്യൻ പറക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നത് അത് അത്യാഗ്രഹമാണ്. എന്നാ ഇപ്പം തന്നെ നിങ്ങൾ നോക്കി നോക്കൂ, നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വിമാനം പറക്കുന്നില്ലേ എന്ന് കരുതിയിട്ട് രേവതി നിന്നെ കൊണ്ട് പറക്കാനൊന്നും പറ്റില്ല, നിന്നെ കൊണ്ട് ആ പണം അറേഞ്ച് ചെയ്യാനും പറ്റില്ല എന്ന് ഹേമ ഇങ്ങനെ പറയുവാണേ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താന്നുള്ള കാര്യം അറിയൂ. സാധനമോ പണമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അറിവോ അല്ല. ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. ആ വിശ്വാസം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മളെ കൊണ്ട് ആ വിശ്വാസം ചെയ്യിപ്പിച്ചോളും. എന്റെ കയ്യിൽ എന്തായാലും ആ വിശ്വാസം നിറയുണ്ട്. ഓക്കെ ശരി, എന്തായാലും നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ആ കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുമല്ലോ. നീ എന്തായാലും തോക്കാൻ വേണ്ടി പോവാണ്, അത് ഞാൻ കാണാനും പോവാണ്. എന്തായാലും നീ പണം കിട്ടാനൊന്നും പോകുന്നില്ല, അത് ഞാൻ കാണാനും പോവുകയാണ്. ഞാന് പണം എല്ലാം കെട്ടിയതിന് ശേഷം നിന്നെ നോക്കിയിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയാണേ. ഇത് കേട്ട രേവതി ആര് നോക്കിയിട്ടാ ചിരിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സർ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോകുന്നുണ്ടേ. തുടർന്ന് രേവതിയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് സച്ചിയുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറയുവാണേ. ഓർഡർ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, വലിയ ഓർഡർ ആയതുകൊണ്ട് എനിക്ക് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഹേമ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഹേമ രേവതിയെ ഒരു കൊച്ചാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചല്ലോ. അത് മാത്രമല്ല 2 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കെട്ടണം എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവളെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ നന്നായി രേവതി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. രേവതി ചെയ്ത പ്രവർത്തിക്കെല്ലാം നമ്മുടെ സച്ചി സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഇനിയിപ്പോ 2.5 ലക്ഷം രൂപ ഒപ്പിക്കണം.
അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയും എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയണമല്ലോ. രേവതി ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. എന്നിട്ട് രേവതിയുടെ കൂടെ കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന ഹേമ എന്ന് പറയുന്ന സ്ത്രീയാണ്. കാരണം അവരെ കുറിച്ചിട്ടൊക്കെ ഓൾറെഡി അവിടെ സംസാരം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഹേമയും അതുപോലെ രേവതിയുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ആർക്കും അത്ര പുതുമയുള്ള ഒരു പേരല്ല അത്. രേവതിക്ക് ആ പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ടെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉടനെ നമ്മുടെ രവി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചന്ദ്രയുടെ സ്വർണ്ണം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. കാരണം അത് വെച്ചിട്ട് ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് കൊടുക്കുമല്ലോ. പക്ഷെ ചന്ദ്രമതി ആണെങ്കിൽ രേവതി നന്നാവുന്ന ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ താൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുവാണ്. കൊടുക്കില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വർഷയാണെങ്കിൽ കുറച്ച് പണം കൊടുത്തിട്ട് നമ്മുടെ രേവതിക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ബാക്കി പണമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവു സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണം എടുത്തിട്ട് നമ്മുടെ രേവതിക്ക് കൊടുക്കുവാണ്. അങ്ങനെ ദേവുവിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് രേവതി ആ പണം മണ്ഡപത്തിന്റെ അവിടെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഹേമയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതി പണം അറേഞ്ച് ചെയ്തിട്ടായിരിക്കും വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ ആളുകളെ വെച്ചിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് ആ പണം മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രേവതി ആണെങ്കിൽ ആകെ മൊത്തത്തിൽ സങ്കടാവാണ്. ഈ കാര്യങ്ങളെ കുറിച്ച് സച്ചിയുടെ അടുത്തൊന്നും പറയാണ്ട് രേവതി ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പക്ഷെ രേവതി ആണെന്നുണ്ടെങ്കിൽ ആ ബൈക്കിൽ വന്ന ആൾക്കാര് തള്ളിയിട്ടിട്ട് ആണ് പോയത്. അതുകൊണ്ട് തന്നെ രേവതിയുടെ കൈക്കും അതുപോലെ നെറ്റിക്കൊക്കെ ചെറിയ മുറിവൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ രേവതി ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം അറിഞ്ഞ് എത്തുന്ന സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് കാര്യം അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത്. പണവും പോയി ആ ഓർഡറും പോകുന്നുള്ള ഒരു രീതിയാവാണ്. പക്ഷേ നമ്മുടെ ദേവു ആണെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലാനും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ലക്ഷം രൂപ നമ്മുടെ അരുൺ ഉണ്ടല്ലോ, അരുണിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് രേവതിക്ക് കൊടുക്കുകയും അങ്ങനെ രേവതി ആ പണം അവിടെ മാനേജർക്ക് കൊണ്ടുപോയി കൊടുത്ത് ഓർഡറൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ പണി ഒപ്പിച്ച് നമ്മുടെ ഹേമയാണെന്നുള്ള കാര്യം രേവതിക്കും സച്ചിക്കും ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പണം എങ്ങനെയെങ്കിലും തിരികെ മേടിക്കണം. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തരില്ല. പിന്നെ പോലീസ് കേസ് അതിന്റെ പുറകെയൊക്കെ പോയിട്ട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് സച്ചിയും അതുപോലെ വർഷയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് ഒരു നല്ലൊരു ഐഡിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് ഓഫീസറായിട്ട് നമ്മുടെ ഹേമയുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ള പ്ലാൻ ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ വലിയ പ്രശ്നമാവും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ രേവതിയും എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ അവരെ കയ്യിൽ നിന്ന് ആ പണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയ ഇല്ല എന്നുള്ള കാര്യം വർഷ പറയാണ്. വർഷയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ വർഷയും ഇതിന് പുറപ്പെടാ എന്ന് പറയാണ്. വർഷ ലേഡി ഓഫീസറായിട്ടും മറ്റും 2 പേര് ഓഫീസേഴ്സ് ആയിട്ടും ചെല്ലുവാണ് കേട്ടോ ചെയ്യുന്നത്. ഹേമ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയം നോക്കിക്കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ്. അവിടെ ഉള്ളതൊക്കെ മണ്ടന്മാരാണല്ലോ, ഹേമ മാത്രമാണല്ലോ ഇച്ചിരി ബുദ്ധിയുള്ളത്. ഹേമയുടെ വീട് എവിടെയാണ്, പരിസരവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ഇതിന് മുമ്പ് തന്നെ. അങ്ങനെ ഹേമ വീട്ടിൽ നിന്ന് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ID കാർഡൊക്കെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ട് വീട് മൊത്തം സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മൊത്തം സെർച്ച് ചെയ്യാണ്. രേവതിയുടെ കയ്യിൽ നിന്നും ആ എടുത്തോണ്ട് പോയ പണം ഉണ്ടല്ലോ, ഒരു മഞ്ഞ കവറിനകത്ത് പൊതിഞ്ഞതാണ്. രേവതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കബോർഡിനകത്ത് നിന്ന് ഇവർ കുറച്ചു നേരം തിരയുമ്പോഴേക്ക് കിട്ടുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇൻകം ടാക്സിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഹേമയെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരവിടെയുള്ള സമയത്ത് ഹേമയുടെ അടിയാളങ്ങളുണ്ടല്ലോ, അവർ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും അനുവദിക്കാതെയൊക്കെയാണ് ഇവർ റെയ്ഡൊക്കെ നടത്തുന്നത് കേട്ടോ. പണം മേടിച്ചിട്ട് തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോഴേക്കും ഹേമയാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുവാണേ. ഹേമയുടെ അടുത്ത് ഇൻകം ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു, അവർ വീട് മൊത്തം സെർച്ച് ചെയ്തു എന്ന് പറയുകയാണ്. പക്ഷെ നോക്കുന്ന സമയത്ത് ഫയലുകളോ പണങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ആകെ പോയിരിക്കുന്നത് ഈ രേവതിയുടെ പൈസ മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അതിൽ നിന്ന് തന്നെ എന്തോ ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണ് ഈ സച്ചിയായിരിക്കും ഇതിന്റെ പുറകിൽ നിന്നുള്ള കാര്യമൊക്കെ ഹേമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല പണം തിരികെ കിട്ടിയതിന് ശേഷം നമ്മുടെ രേവതി ആണെങ്കിൽ ഹേമയെ ഒരു കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹേമയ്ക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആ പണം മാത്രം എങ്ങനെ പോയത്, ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ഫ്രോഡുകളാണ്, ആരെന്ന് വെച്ചിട്ട് വീട്ടിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ളവന്മാരെയൊക്കെ അടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ ഹേമ. ഫോൺ വന്ന ഉടനെ തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ ഹേമ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. സൗണ്ട് കേട്ടിട്ട് എവിടെയോ പരിചയമുണ്ട് ഹേമയ്ക്ക്. ഞാൻ രേവതിയാണെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. എന്താ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ, എന്താ നടന്നെന്നുള്ള കാര്യം അറിയാതെ ഹേമ ആകെ മൊത്തത്തിൽ ടെൻഷൻ ആയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുവാണേ. എന്ത് നടന്നത്, എന്താ എന്റെ കയ്യിൽ നിന്ന് എടുത്ത പണം അങ്ങ് പറന്നു പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് പണം എന്ത് പണം എന്നൊക്കെ വെച്ചിട്ട് ഹേമ ഉരുണ്ട് കളിക്കുമ്പോ നിങ്ങളുടെ അഭിനയൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, എന്റെ അടുത്ത് ഇറക്കാൻ വേണ്ടി നിൽക്കണ്ട. മണ്ഡപത്തിലെ ഡെപ്പോസിറ്റ് കെട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന പണം നീയാണ് ആളെ വെച്ച് മോഷ്ടിച്ചെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻകം ടാക്സിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് നിന്റെ പണം എടുത്തിട്ട് പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെങ്ങനെ
നിനക്ക് അറിയുന്നത്? ഇൻകം ടാക്സ് ആൾക്കാർ രഹസ്യമായിട്ടല്ലേ വരുക എന്നൊക്കെ ഇങ്ങനെ ഹേമ ചോദിക്കുന്നുണ്ടേ. അത് ശരിയായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലാണല്ലോ അങ്ങനെ വരിക. എന്നാലേ വന്നത് എന്റെ വീട്ടിലുള്ള ആൾക്കാരാണ്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്നെ പറ്റിച്ചതുപോലെ നിനക്ക് എല്ലാവരും പറ്റിക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കേണ്ട. എനിക്ക് ഭർത്താവുണ്ട്, എന്റെ സച്ചേട്ടനുണ്ടല്ലോ. അങ്ങനെ ഞാൻ എല്ലാവരും നല്ലവരാണെന്ന് വിശ്വസിക്കുന്ന പോലെ എല്ലാവരും വിശ്വസിക്കില്ല. നല്ലവർക്ക് സച്ചേട്ടൻ നല്ലവൻ തന്നെയാണ്, എന്നാൽ മോശപ്പെട്ട ആൾക്കാർക്ക് അതിനേക്കാൾ മോശപ്പെട്ട ആളായിട്ട് തന്നെയാണ് സച്ചേട്ടൻ നിൽക്കുക. അങ്ങനെ എന്റെ സച്ചേട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോ ഇവിടെ വന്നതോ എന്ന് ഹേമ ചോദിക്കുമ്പോ എന്റെ ഭർത്താവ് തന്നെ നിന്റെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് ഓഫീസറായിട്ട് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് നീ പണം എടുത്തില്ലേ, ആ പണം മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. എങ്ങനെയുണ്ട്? കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് പണം എടുത്തോണ്ട് വന്നില്ലേ? അവിടെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ബാക്കി പണവും സ്വർണവും ഒക്കെ എടുത്തോണ്ട് വരായിരുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല, മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പണം മാത്രം എടുത്തോണ്ട് വന്നത്. ഇതൊന്നും ഞാൻ വെറുതെ വിടില്ല. ഇപ്പൊ തന്നെ എന്റെ വീട്ടില് അതിക്രമിച്ച് കയറിയിട്ട് എന്റെ വീട്ടിലെ പണം എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം ഞാൻ പോലീസിനെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി പോവാണെന്നൊക്കെ ഹേമ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ടേ. ഉറപ്പായിട്ടും പോലീസിനെ വിളിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ പണം കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പിടിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഹേമേ. അല്ലെങ്കിലും നിങ്ങളെ വീട്ടിലുള്ളത് എല്ലാം ബുദ്ധി കെട്ടവന്മാരാണ്. അതും ശരി തന്നെയാണല്ലോ. നിങ്ങളെ കൂടെ പിന്നെ വേറെ ആരും ഉണ്ടാവാനാണ്. നീ എന്റെ വീട്ടിൽ കയറിയിട്ട് നിന്റെ അഭ്യാസം കാണിച്ചല്ലേ, നിന്നെ ഞാൻ ചുമ്മാ വിടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ആൾക്കാരെ വിട്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്ന സമയത്ത് എന്റെ കയ്യിൽ ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളാണ്. ഇതിനെല്ലാം ദൈവം നിങ്ങളടുത്ത് ചോദിക്കും. മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരിക്കലും നന്നാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ തട്ടിയെടുത്തിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷമായിട്ടേ വരുള്ളൂ. ഇപ്പോഴും ഞാൻ പറയാണ്, നിങ്ങൾ ജീവിച്ചോളൂ, മറ്റുള്ളവരെയും ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ.